നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി KR, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ആത്രേയ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റിയും അതുമൂലം ഉണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയാണ്. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു ബട്ടർഫ്ലൈ ആകൃതിയിൽ, പൂമ്പാറ്റ ആകൃതിയിൽ നമ്മുടെ കഴുത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്, അഥവാ ഒരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന T3, T4 എന്ന് പറയുന്ന ഹോർമോണുകളാണ് ഹൈപ്പോ അഥവാ ഹൈപ്പർ തൈറോയിഡിസം മുതലായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഗ്രന്ഥിയെ പ്രധാനമായും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലുള്ള മറ്റൊരു ഗ്രന്ഥി, അതായത് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്ന് TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഈ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെയെല്ലാം അത് ബാധിക്കും. അതായത് ഹൃദയം, തലച്ചോറ്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാത്തിനെയും ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ഹോർമോണുകളിലെ വ്യതിയാനങ്ങൾ ബാധിക്കുന്നതാണ്. അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറവ്, T3, T4 എന്ന് പറയുന്ന ഹോർമോണുകൾ കുറയുകയും TSH എന്ന് പറയുന്ന തലയിൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന TSH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുകയും ഈ ഒരു ഡിസീസ് കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ്? അതായത് അമിതമായ മുടി കൊഴിച്ചൽ, അമിതമായ വണ്ണം വയ്ക്കുക. അതായത് പേഷ്യൻസ് പറയുകയാണ്, ഡോക്ടറെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, എനിക്ക് വിശപ്പില്ല, പക്ഷെ ഞാൻ ഭയങ്കരമായി വണ്ണം വയ്ക്കുന്നു. അതാണ് ഒരു സിംറ്റം. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, മെൻസ്ട്രൽ സൈക്കിളിലെ ഇറഗുലാരിറ്റീസ്, ബ്ലീഡിങ് ഡേയ്സിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കുറയുക, ഇതൊക്കെയാണ് സ്ത്രീകളിൽ വരുന്ന പ്രധാനമായ പ്രശ്നങ്ങൾ. അടുത്ത സിംറ്റം എന്താണെന്ന് വെച്ചാൽ അസഹനീയമായ തണുപ്പ്, അതായത് കോൾഡ് ഇൻടോളറൻസ്. അടുത്തതായി നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് ഡിപ്രഷൻ മുതലായ സിംറ്റംസ് വരെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നതാണ്. എന്താണ് ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്? അതായത് തൈറോക്സിൻ ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ ആണ് നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ പ്രധാനമായ ചികിത്സ. ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. പ്രഗ്നൻസി, ലാക്ടേറ്റിംഗ് ലേഡീസ്, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ എല്ലാവർക്കും 100% സേഫ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. അത് യൂഷ്വലി നമ്മൾ രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നെയാണ് കഴിക്കേണ്ടത്. ഭക്ഷണത്തിൻ്റെ കൂടെയോ ഭക്ഷണം കഴിഞ്ഞിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷനെ അത് ബാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികൾ അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് ടാപ്പിയോക്ക അല്ലെങ്കിൽ കൊള്ളി, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ടാപ്പിയോക്കയിൽ അടങ്ങിയിരിക്കുന്ന തയോസൈനൈഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഒരു ഗോയിട്രോജൻ ആണ്. അത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവിനെ ബാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് വെജിറ്റബിൾസ് ലൈക്ക് ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, ഈ 3 വെജിറ്റബിൾസ് നമ്മൾ അളവ് കുറയ്ക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന ഐസോഫ്ലേവോൺ എന്ന് പറയുന്ന കണ്ടന്റ് ഒരു ഗോയിട്രോജൻ ആണ്. അത് നമ്മുടെ ഹോർമോൺ ലെവലിനെ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ടാപ്പിയോക്ക, കോളിഫ്ലവർ, ക്യാബേജ് ആൻഡ് ബ്രൊക്കോളി, പിന്നെ സോയാബീൻ, ഈ 3 ഭക്ഷണങ്ങൾ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ഒഴിവാക്കേണ്ടതാണ്.